പത്തനംതിട്ടയിലെ ഏനാത്തിലുണ്ടായ വാഹനാപകടത്തിൽ പ്രശസ്ത സിനിമാ സീരിയൽ താരം സന്തോഷ് കെ നായർ വാഹനാപകടത്തിൽ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. മലയാള ചലച്ചിത്ര ലോകത്തെ ഒന്നാകെ നടുക്കിക്കൊണ്ട് അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് പത്തനംതിട്ടയിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ന് പുലർച്ചെ അടൂർ MC റോഡിലെ ഏനാത്ത് പുതുശ്ശേരി ഭാഗത്ത് വെച്ചുണ്ടായ ദാരുണമായ അപകടത്തിലാണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടത്. സന്തോഷ് നായരും ഭാര്യ രാജലക്ഷ്മിയും സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ എതിരെ വന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നുപോയി. നിയന്ത്രണം വിട്ട കാർ എതിരെ വന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഡ്രൈവിംഗിനിടെ ഉറക്കം വഴുതിപ്പോയതാകാം അപകട കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സന്തോഷിനെ ഉടനെ തന്നെ അടൂർ ലൈഫ് ലൈൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ അവിടെ വെച്ച് ചികിത്സയിലിരിക്കെ അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിക്കുകയും മരണം സ്ഥിരീകരിക്കുകയുമായിരുന്നു. വാഹനത്തിൽ അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന ഭാര്യ രാജലക്ഷ്മി ഗുരുതരമായ പരിക്കുകളോടെ ഇപ്പോൾ ചികിത്സയിലാണ്. അപകടത്തിൽ ലോറി ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട്. 100-ലധികം ചിത്രങ്ങളിൽ വില്ലനായും സ്വഭാവ നടനായും മലയാളികളുടെ മനസ്സ് കീഴടക്കിയ വ്യക്തിയാണ് സന്തോഷ് കെ നായർ. തിരുവനന്തപുരം MG കോളേജിൽ നടൻ മോഹൻലാലിന്റെ ജൂനിയർ ആയിരുന്നു അദ്ദേഹം. 1982 പുറത്തിറങ്ങിയ ഇതു ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമാ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു തുടങ്ങിയത്. നിലവിൽ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന മോഹിനിയാട്ടമാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ച ചിത്രം. മലയാള സിനിമയ്ക്ക് നികത്താനാകാത്ത ഒരു നഷ്ടം കൂടിയാണ് ഈ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. പ്രിയ നടന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ചലച്ചിത്ര സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.